ഗുരുവായൂർ സത്യാഗ്രഹത്തിലെയും വൈക്കം സത്യാഗ്രഹത്തിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരും പിന്നെ വർഷം പിന്നെ അത് തമ്മിൽ പ്രധാനപ്പെട്ട ഡിഫറൻസ് അതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വഴി നടക്കാൻ വേണ്ടിയിട്ട്, അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അതായത് നടക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതാവ് ടി.കെ. മാധവനായിരുന്നു. ഓക്കെ, ടി.കെ. മാധവൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ഈ സമരത്തോട് അനുഭാവം, അതായത് ഒരു കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണെന്ന്. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർണ ജാതിക്കാർക്കും അനുവാദം ലഭിച്ചത്. പക്ഷേ ഗുരുവായൂർ നോക്കുമ്പോൾ നമ്മളതൊരു ക്ഷേത്രത്തിലെ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതിൽ പ്രധാനപ്പെട്ട നേതാവ് കെ. കേളപ്പനായിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. A.K. ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. A.K. ഗോപാലനാണ് വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ P. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്.